കരയല്ലേ? കരയാതെ മോളെ, കർത്താവ് കൽപ്പിച്ചത് കൈക്കൊണ്ടല്ലേ പറ്റൂ. നിങ്ങൾ വരൂ, അങ്ങോട്ട് പോ. എനിക്ക് കാണണ്ട, എനിക്ക് കാണാൻ പറ്റില്ല. എന്റെ മോൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളൊക്കെ കൂടിയാ. ബാലൻ എന്തായാലും ഒന്ന് കണ്ടേ പറ്റൂ. ശരി മാഷെ, വരാ. വാ മാഷെ. വാ മോളെ. പടോ. നമ്മൾ ബോഡി ഐഡന്റിഫൈ ചെയ്യാനാണ് വന്നത്. ശരിക്കും നോക്കി വ്യക്തത വരുത്തണം. മോളെ നോക്ക്, നോക്ക് മോളെ. കാണിച്ചു കൊടുക്കണോ? ഒന്നുമില്ല മോളെ. എന്റെ കുട്ടി ഇപ്പം മോളെ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല മോളെ. മോളെ 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 മോളെ. അയ്യോ മോളെ, മോള് മോളെ. വാ വാ മോളെ, നമുക്ക് പോവാം. ആ ഡെഡ് ബോഡി ജീവൻ രാജന്റേതാണെങ്കിൽ ഇതോടെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവുമെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകൃതിക്ഷോഭത്തിൽ വള്ളം മറിഞ്ഞുണ്ടായ ഒരപകടം 4 ദിവസത്തിന് ശേഷം തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം അഴുകിത്തുടങ്ങിയ ഡെഡ് ബോഡി കായലിനോട് ചേർന്നൊരു കുറ്റിക്കാടിന്റെ സൈഡിലാ ബോഡി കണ്ടെത്തിയത്. ബോഡി കരക്കടിഞ്ഞ ശേഷം ചില ക്ഷുദ്രജീവികള് കടിച്ച് വികൃതവാക്ക് കൂടി ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ട്. അപ്പൊ പിന്നെ പേരിനൊരു പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് പോലീസ് ആ കേസ് ക്ലോസ് ചെയ്യും. വള്ളം അപകടത്തിൽപ്പെട്ടത് പ്രകൃതിക്ഷോഭത്തിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചാൽ പോലും ജീവന്റേത് മുങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞാലും അവനെ ആ രാത്രിയിൽ ആസിഫ് എന്തിനാ തുരുത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു എന്നൊരു ചോദ്യം ബാക്കിയില്ലേ ഗോലെ? ഇതൊക്കെ നമ്മൾ എന്തിനാ ആലോചിക്കുന്നെങ്കിലേ? സുശീലാൻറ്റി അവനെ വിളിച്ചിട്ട് പോലും ഇല്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പോലീസ് അത് അവരുടെ ഫോൺ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ആ വിഷയം അവിടെ അവസാനിക്കും. അപ്പോ ആസിഫ് ജീവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ആര് പറഞ്ഞിട്ടായിരിക്കും? ജീവനെ അപകടപ്പെടുത്തി ചിലർ അവന്റെ കല്യാണം മുടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ആസിഫ് അവനെ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയത്. ഇനി ജീവനെ അപകടപ്പെടുത്താനുള്ള കൊട്ടേഷൻ ആസിഫ് തന്നെ എടുത്തതാണെങ്കിലും കാറ്റും മഴയുള്ളൊരു രാത്രിയിൽ ആരും അറിയാതെ കൂട്ടുകാരനെ വള്ളത്തിൽ നിന്ന് ആറ്റിലേക്ക് തള്ളിയാൽ ആര് സംശയിക്കാനാ? ഇതുപോലെ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് മരിച്ചു എന്നല്ലേ എല്ലാവരും വിശ്വസിക്കുള്ളൂ. അങ്കിള് പറയുന്ന കേട്ടാ ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചെന്ന് തോന്നുന്നു. കൃത്യമായ ആസൂത്രണം നടത്തി ആസിഫിനെ കൊണ്ട് ആരോ ചെയ്യിച്ച കൊലപാതകം. അതെ, അതിന് തന്നെയാണ് സാധ്യത. ഇത്ര വ്യക്തമായി അങ്കിളിങ്ങനെ പറയുമ്പോ അങ്കിൾ എനിക്ക് വെറുതെ ഒരു സംശയം. അതിന്റെ സൂത്രധാരൻ അങ്കിള് തന്നെയാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ പ്രണയം നിരസിച്ചതിന്
നിനക്കാണ് മഞ്ചാടിയോട് ഏറ്റവും പകയുള്ളത് അല്ലേ? മഞ്ചാടിയോട് സംസാരിച്ചേനെ നീ ഒരിക്കൽ ജീവൻ രാജിനെ റോട്ടിലിട്ട് തല്ലിയവനാ ആണല്ലോ. ഇത്രയും കാര്യം പോലീസ് അറിയിച്ചാൽ തന്നെ നീ ആ നിമിഷമാകത്ത അറിയാമോ? ഛേ, ആ, വിടങ്കിളെ. അങ്കിളിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ ചീപ്പായിട്ട് പെരുമാറിയ എങ്ങനെ? എന്നെ സംശയം ഉണ്ടെങ്കിൽ അങ്കിള് പോയി കംപ്ലൈന്റ് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ഒരുമാതിരി ലോക്കലായിട്ട് പെരുമാറുന്ന എന്തിനാ? എന്തായാലും ആസിഫിന് ജീവൻ രാജിന്റെ മരണത്തിൽ എന്തോ പങ്കുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ അവനെ ഹോസ്പിറ്റലിൽ കാണാനില്ല. ആ, ആള് മിസ്സിങ്ങാ. ഇനിയിപ്പോ അവനെ കിട്ടിയാൽ മാത്രമേ അവന്റെ പിന്നിൽ ആരാണെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് റിലാക്സ് ചെയ്യാങ്ങളെ. അപ്പൊ ശരി, കാണാം. ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. മോളെ മഞ്ചാടി, മോളെ മോളെ മഞ്ചാടി, മോളെ മഞ്ചാടി, മോളെ 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 കണ്ണു തുറക്ക്, കണ്ണു തുറക്കും മോളെ. കുറച്ച് വെള്ളം എടുത്ത് തളിച്ച് മോളെ. കുറച്ച് വെള്ളം കുടിക്കും മോളെ. മോളെ മഞ്ചാടി ജീവൻ രാജിനെ തിരിച്ചറിഞ്ഞല്ലോ അല്ലേ? മോളെ മോളെ എനിക്ക് ആ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായില്ല മോളെ. ഞാൻ ഒന്നോ രണ്ടോ തവണ മാത്രമേ ജീവനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാ സാറേ എനിക്ക് തിരിച്ചറിയാൻ പറ്റുക? മോളാണത് പറയേണ്ടത്. മോളെ പറ. ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ മറ്റു നടപടികളിലേക്ക് പോകാൻ പറ്റൂ. മഞ്ചാടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവന്റെ അമ്മയെ കൂടെ കൊണ്ടുവരേണ്ടി വരും. മോളെ അയ്യോ, അവിടുന്ന് കണ്ട നെഞ്ചു പൊട്ടി ചാവും സാറേ. വേണ്ട സാറേ, മഞ്ചാടി. ഞാൻ ആരും ഇനി കാണണ്ട, എനിക്ക് ഉറപ്പാ. ആ ഡെഡ് ബോഡി അത് ജീവന്റെ അല്ല, ജീവന്റെ അല്ല. മോളെ അത് ജീവനല്ല. അല്ലച്ചാ, അത് അവനല്ലാതെ തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല. ഈശ്വര, ഇപ്പോഴും എനിക്ക് ആർത്ത് കരയാനാ തോന്നുന്നേ. അത് ജീവനല്ല സർ, ഈശ്വര. എനിക്ക് ഉറപ്പാ. എന്റെ ജീവനല്ലത്, മറ്റാരുടെയോ ബോഡി അത്. ഈശ്വര ഭഗവാനെ, എന്തായാലും ദൈവം കാത്തു. വാ മോളെ, മോള് വിഷമിക്കണ്ട. ഇപ്പൊ സമാധാനായില്ലേ എന്റെ മോക്ക്? ആ, അത് മതി.